സംഭവം നടന്നത് 1949 ജൂലൈ 9. വരന് 72 വയസ്സ്, ഈറോഡ് വെങ്കട്ടപ്പ രാമസ്വാമി. വധു 27 വയസ്സ്, മണിയമ്മ. തമിഴ് മക്കളിൽ ആകെ അമ്പരപ്പ്. പെത്ത പിള്ളയാ മതിക്ക വേണ്ടിയ അപ്പ അപ്പ എന്ന് കൂപ്പിട്ട പെൺകുളന്തയെ തിരുമണം ചെയ്യലാമ? ചോദ്യമുയർന്നു. പ്രായവ്യത്യാസങ്ങളൊക്കെ സർവ്വസാധാരണമായ ഒരു അനാചാര കാലമായിരുന്നിട്ട് പോലും ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ തക്കതായ കാരണവും ഇതിനുണ്ടാകും. തന്തൈ പെരിയാർ ആത്മാഭിമാന പ്രസ്ഥാനവും ദ്രാവിഡർ കഴകവും ആരംഭിച്ച ഒരു ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകനും കൂടിയായ രാഷ്ട്രീയക്കാരൻ. ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട് പിന്നീട് തന്തൈ പെരിയാർ എന്ന തമിഴ് മക്കളുടെ പിതൃതുല്യ സ്ഥാനം നൽകി അദ്ദേഹത്തെ സ്നേഹിച്ചു, ബഹുമാനിച്ചു. ഈറോഡ് വെങ്കട്ടപ്പ രാമസ്വാമി അനുയായികളാൽ പിന്നീട് പെരിയാർ അല്ലെങ്കിൽ തന്തൈ പെരിയാർ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹം മരിച്ചിട്ട് 51 വർഷമാകുന്ന ഈ സമയത്തും തമിഴ് മക്കളോട് അദ്ദേഹത്തെ പറ്റി ചോദിക്കുമ്പോൾ നാങ്കൾ നന്ദി കടൻ പട്ടിരിക്കുന്നവകൾ എന്നാണ് പറയാനുള്ളത്. അതായത് ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത്ര ബഹുമാനവും കടപ്പാടും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും പെരിയാറോട് കാണിക്കുമ്പോൾ എന്തായിരിക്കും കാരണമെന്ന് അന്വേഷിച്ചു. 1, 2, 10 ആയിരുന്നില്ല തമിഴ് മക്കൾക്ക് പറയാനുണ്ടായിരുന്നത്. സ്ത്രീകൾ എന്താ പുതിയ മനുഷ്യരെ ഉണ്ടാക്കുന്നതിനുള്ള യന്ത്രമാണോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ നാട്ടിലെ പെൺമക്കളോടും പേരമക്കളോടും അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു. നിന്റെ വളർച്ചയ്ക്ക് തടയിടുന്ന നിന്നിലെ മാതൃത്വമാണെങ്കിൽ നിന്റെ ഗർഭപാത്രത്തെ നിനക്ക് വലിച്ചെറിയാം. അത് നിന്റെ മാത്രം അധികാരവും അവകാശവുമാണെന്ന്. അടക്കം ഒതുക്കം എന്ന ചട്ടക്കൂട് പെണ്ണിന്റെ മേലെ പണിതുയർത്താൻ ശ്രമിച്ച സാമൂഹിക ബോധത്തോട് ഉടലും അരയും മുറക്കി വാളെടുത്ത് പടവെട്ടി. മറ്റൊരാൾ നമ്മളോട് പെരുമാറാൻ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറിയാലേ കാര്യമുള്ളൂ എന്ന് അന്ധകാലത്തിലെ പഠിപ്പിച്ചവൻ. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്ന ആധുനിക വാക്യം അന്ന് തന്നെ മനസ്സിലാക്കിയ പെരിയാർ എന്നും തമിഴ് മക്കളുടെ വികാരം തന്നെ. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളേറെ. ജാതിയും മതവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മനുഷ്യത്വത്തെ കൊലക്കയറിലാക്കി മുറുക്കുമ്പോഴും ഒരു തരി പോലും വർഗീയതയും സ്വജനപക്ഷപാതവും ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അരസിയലർ. അഷ്ടിക്ക് വകയില്ലാതിരുന്ന രോഗികൾക്ക് ഭക്ഷണവും മരുന്നും തന്നാൽ കഴിയും വിധം സുലഭമാക്കാൻ വേണ്ടി പ്രയത്നിച്ച വൈദ്യർ. ദൈവത്തിന്റെ പേരുകൾ കൊണ്ടും മതത്തിന്റെ പേരുകൾ കൊണ്ടും സാധാരണക്കാരുടെ തലച്ചോറിൽ പതിഞ്ഞുകിടന്ന അന്ധവിശ്വാസങ്ങൾക്ക് ചാട്ടയടി നൽകിയ അന്ധതയില്ലാത്ത വിശ്വാസി. മാനവും അറിവുമാണ് മനുഷ്യന്റെ ഭംഗി എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു വിഭാഗം ജനതയിൽ സ്വയബോധവും ബഹുമാനവും വളർത്തിയെടുത്ത അധ്യാപകൻ. ആചാരങ്ങളെയും ദുരാചാരങ്ങളെയും ആരുടെയും മുന്നിൽ നിന്ന് പച്ചക്കെതിർക്കാൻ ധൈര്യമുണ്ടായിരുന്ന പെരിയാർ. പിള്ളയാർ ശില്പങ്ങൾ ഉടച്ചു പ്രതിഷേധിച്ചപ്പോൾ ദൈവത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പ്രക്ഷോഭം ഉയർത്തിയ ഒരു വിഭാഗം. കളിമണ്ണിൽ നിന്റെ ദൈവത്തെ നിർമ്മിച്ച് കടലിൽ കലക്കുന്ന നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ഞാനത് തറയിൽ ഉടച്ച് മണ്ണോട് മണ്ണാക്കുന്നതിന് എന്താണ് തെറ്റെന്ന് ദൃഢതയോടെ ശബ്ദമുയർത്തി പ്രതിഷേധം ഉടച്ചു കളഞ്ഞു. ആയിരത്തി 1937 രാജാജി തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായ സമയം. വിജയാഹ്ലാദ വേദിയിൽ ഇനി മുതൽ ഹിന്ദി ഭാഷ എല്ലാ സ്കൂളുകളിലും നിർബന്ധിത ഭാഷ എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനെ എതിർത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ മൊഴി പോരാട്ടം നടത്തിയത് പെരിയാറായിരുന്നു. തന്റെ ജനത മാതൃഭാഷയെ മറക്കാൻ താൻ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഹിന്ദു വഴി സംസ്കൃതവും സംസ്കൃതം വഴി സനാതനവും കാൽപ്പനീയവും തെന്നിന്ത്യയിൽ പടർന്നു പിടിക്കാത്തത് എന്ന് പെരിയാറുടെ പിന്മുറക്കാർ വിശ്വസിക്കുന്നു. കലിയുഗത്തിലെ 5125 ആണ്ടായ 2024 പോലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി യാതൊരു അഹംഭാവവും കൂടാതെ പ്രവർത്തിച്ച പെരിയാർ
സ്വന്തം വളർത്തുപുത്രി എന്ന് ആവർത്തിച്ച് ആണയിട്ട 27-കാരി മണിയമ്മയെ 72-ാം വയസ്സിൽ ചെന്നൈയിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിച്ചത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ രക്തബന്ധമോ നിയമാനുസൃത ബന്ധമോ ഇല്ലാത്ത മണിയമ്മയുമായി നിയമപരമായി ഒരു ബന്ധം ഉണ്ടാക്കുകയായി എന്നു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. തന്റെ ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം 72 വയസ്സ് വരെ പൊതുജീവിതം മാത്രം നടത്തിയ അദ്ദേഹത്തിന്റെ സ്വത്തിനുമേലും ജീവനുമേലും ഭീഷണി ഉയർന്നിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടികൂടി തുടങ്ങിയപ്പോൾ സമ്പാദ്യങ്ങളെല്ലാം തട്ടിയെടുക്കാൻ തയ്യാറായി നടന്ന കഴുകന്മാർക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പെരിയാർ. സ്വത്തെല്ലാം തന്റെ പ്രസ്ഥാനത്തിന് നൽകാൻ തീരുമാനിച്ചപ്പോൾ രക്തബന്ധത്തിലുള്ളവരുടെ സമ്മതമില്ലാതെ പറ്റില്ലെന്ന് മനസ്സിലാക്കി മണിയമ്മയെ ഭാര്യ പദവിയിലാക്കി അവകാശിയാക്കി. വിവാഹത്തിന് ശേഷം ഒരു പ്രഖ്യാപനവും നടത്തി. മണിയമ്മയിന്മേൽ നിയമത്തിൻ്റെതായ ഒരു ബന്ധമാണുള്ളതെന്നും അല്ലാത്ത പക്ഷം മണിയമ്മ മകളും പെരിയാർ അപ്പനും തന്നെ ആയിരിക്കുമെന്നും. ഒരു പാവം സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വിവാഹം ചെയ്ത് മറുനാൾ തന്നെ തള്ളി പറഞ്ഞു എന്നായി ശത്രുക്കളുടെ അടുത്ത അപവാദം. തമിഴ് അരസിയലിന്റെ ഗതി മാറ്റിയ, പിളർപ്പ് സംഭവിപ്പിച്ച, പുതിയ നേതൃത്വ നിരകൾ രൂപം കൊള്ളിച്ച ഒരു അസാധാരണ സംഭവം എന്ന നിലയിലാണ് ചരിത്രത്തിൽ ഈ തീരുമാനം ഇടം നേടിയത്. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളും വ്യക്തി താല്പര്യങ്ങളും ഉണ്ടെന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ സംഭവങ്ങളെ ആസ്പദമാക്കി ചിത്രീകരിച്ച പെരിയാർ എന്ന തമിഴ് ചിത്രത്തിൽ ഈ ചരിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. പെരിയാറായിട്ട് സത്യരാജും മണിയമ്മയായി ഖുഷ്ബുവുമാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.